وعلى آله وصحبه أجمعين أما بعد. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള കഥകളിൽ അഞ്ചാമത്തെ ഒരു കഥയാണ് നമ്മൾക്കേറെ സുപരിചിതമായിട്ടുള്ള, നമ്മൾക്കേറെ കേൾക്കാൻ സാധ്യതയുള്ള ഒരു കഥയാണ്. ഇമാം ബുഖാരിയും മുസ്ലിമൊക്കെ അവരുടെ സഹീഹുകളിൽ കൊണ്ടുവന്നിട്ടുള്ള വളരെ പ്രസിദ്ധമായൊരു കഥ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ബൈന റജുലുൻ ബിതരീഖ്, ഒരു മനുഷ്യനൊരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. ആ സന്ദർഭത്തിൽ ഇഷ്തദ്ദ അലൈഹിൽ ആതശ്, അദ്ദേഹത്തിന് വല്ലാതെ ദാഹിച്ചു, ഭയങ്കര ദാഹം വന്നു. ഫവജദ ബിഅറൻ ഫനസല ഫീഹാ, അങ്ങനെ അദ്ദേഹം ഒരു കിണർ കണ്ടപ്പോൾ അതിൽ ഇറങ്ങി. ഫശരിബ സുമ്മ ഖറജ്, ആ കിണറിൽ ഇറങ്ങി അദ്ദേഹം വെള്ളം കുടിച്ച് പിന്നീട് അദ്ദേഹം പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വന്ന സന്ദർഭത്തിൽ ഫൈദാ കൽബുൻ യൽഹസ്, അവിടെ ഏതാ ഒരു നായ അതിൻ്റെ നാവ് പുറത്തേക്കിട്ടിങ്ങനെ ദാഹിച്ചു വലഞ്ഞു നിൽക്കുന്നുണ്ട്. ദാഹം എത്രത്തോളം എന്ന് വെച്ചാൽ ആ നായക്ക് യഅ്കുലു സറാ മിനൽ ആതശ്, ആ നായ ദാഹിച്ച്, സറ എന്ന് പറഞ്ഞാൽ നനവുള്ള മണ്ണിനാണ് അറബിയിൽ പറയാം. നനവുള്ള മണ്ണ് തിന്നുന്നുണ്ട്. ആ നനഞ്ഞ മണ്ണ് തിന്നുമ്പോൾ ഒരല്പം ആശ്വാസമാകുമെന്ന നിലക്ക് യഅ്കുലു സറാ മിനൽ ആതശ്, അങ്ങേറ്റം ദാഹിച്ചിട്ട് നനഞ്ഞ മണ്ണ് തിന്നുന്ന, നാവ് പുറത്തേക്കിട്ടിങ്ങനെ നിൽക്കുന്ന ഒരു നായ അവിടെ അദ്ദേഹം കാണുകയാണ്. ഫഖാല റജുൽ, അപ്പം മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, ലഖദ് ബലഗ ഹാദൽ കൽബ മിനൽ ആതശ് മിസ്ലു അല്ലദീ കാന ബലഗ മിന്നി, എനിക്ക് എത്രത്തോളം ദാഹിച്ചിരുന്നുവോ അതുപോലെ ഈ നായക്കും ദാഹിക്കുന്നുണ്ട്. ഞാൻ എത്രത്തോളം ദാഹിച്ചു അലഞ്ഞിരുന്നുവോ, എത്രത്തോളം ദാഹം കൊണ്ട് പ്രയാസപ്പെട്ടിരുന്നുവോ അതുപോലെ ഈ നായക്കും ദാഹിക്കുന്നുണ്ട് എന്ന് ആ മനുഷ്യൻ പറയുകയും ഫനസലൽ ബിഅറ ഫമലഅ ഖുഫഹു മാഅ, കിണറിലേക്ക് ഇറങ്ങി അയാളുടെ ഷൂ അതിൽ വെള്ളം നിറച്ച് ഫസഖൽ കൽബ, എന്നിട്ട് ആ നായക്ക് ആ വെള്ളം കൊടുത്തു. ഫശക്കറല്ലാഹു ലഹു ഫഗഫറ ലഹു, അല്ലാഹു തആല ആ മനുഷ്യനോട് ശുക്ർ കാണിച്ചു. അള്ളാഹു ശുക്ർ കാണിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല അയാൾ ചെയ്ത അമൽ സ്വീകരിക്കുകയും അതിന് പ്രതിഫലം കൊടുക്കുകയും ചെയ്യുക എന്നാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ അമൽ സ്വീകരിക്കുകയും അള്ളാഹു തആല അദ്ദേഹത്തിന് പ്രതിഫലം കൊടുക്കുകയും ഫഗഫറ ലഹു, അള്ളാഹു തആല അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കഥ പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിക്കുകയാണ്, ഖാലു യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, വഇന്ന ലനാ ഫിൽ ബഹായിമി ലഅജ്റ, അള്ളാഹുവിൻ്റെ റസൂലെ, ഈ മൃഗങ്ങൾക്ക് എന്തെങ്കിലും കൊടുത്താൽ, അവർക്ക് ഭക്ഷണമോ വെള്ളമോ കൊടുത്താൽ നമ്മൾക്കതിന് പ്രതിഫലമുണ്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫീ കുല്ലി ദാതി കബദിൻ റത്ബത്തിൻ അജ്ർ, പച്ചക്കരളുള്ള ജീവനുള്ള ഏതൊരു ജീവിക്ക് ഭക്ഷണം കൊടുത്താലും എന്തു കൊടുത്താലും അതിന് പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ച് മറുപടി പറഞ്ഞു. ഈ സംഭവത്തിന് മറ്റൊരു റിവായത്തിൽ, ഇമാം ബുഖാരിയുടെ റിവായത്തിൽ ഇങ്ങനെയാണ്, ഫശക്കറല്ലാഹു ലഹു, ഈ നായക്ക് വെള്ളം കൊടുത്ത അള്ളാഹു ആ മനുഷ്യനോട് ശുക്ർ കാണിക്കുകയും ഫഗഫറ ലഹു ഫഅദ്ഖലഹുൽ ജന്ന, അയാൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയും അങ്ങനെ ആ മനുഷ്യനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു എന്നാണ് ഇമാം ബുഖാരിയുടെ റിവായത്തിലുള്ളത്. അദ്ദേഹം സ്വർഗത്തിൽ പോയി. ഈ ഒരു കർമ്മം അള്ളാഹു സ്വീകരിച്ചു, അള്ളാഹു പുറത്തു കൊടുത്തു, അങ്ങനെ അയാളെ സ്വർഗത്തിലേക്ക് അള്ളാഹു പ്രവേശിപ്പിച്ചു എന്നാണ്. ഇതാണ് ഒരു കഥ. സമാനമായ മറ്റൊരു കഥ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസിൻ്റെ മറ്റൊരു റിവായത്തിൽ അത് മറ്റൊരു സംഭവമാണ്. അതൊരു സ്ത്രീയുടെ കഥയാണ്. ഇതും ഇതുപോലെ തന്നെ ദാഹിച്ചു അലഞ്ഞ ഒരു നായക്ക് വെള്ളം കൊടുത്ത പെണ്ണാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസിൽ ഇങ്ങനെ കാണാം, ബൈനമാ കൽബുൻ യുതീഫു ബിറകിയ,
ഒരു നായ ഇങ്ങനെ ഒരു കിണറിന് ചുറ്റും ഇങ്ങനെ കറങ്ങുന്നുണ്ട് ദാഹം കൊണ്ട്. കാദ യഖ്തുലുഹുൽ ആതശു, ആ നായക്ക് ദാഹം കൊണ്ട് ആ നായയെ കൊല്ലാറായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ നായയുടെ ജീവൻ നഷ്ടപ്പെടുത്താറായിട്ടുണ്ട്. അത്രത്തോളം ദാഹിക്കുന്ന ഒരു നായ ആ കിണറിന് ചുറ്റും ഇങ്ങനെ കറങ്ങുന്നുണ്ട്. ഇത് റഅത്ഹു ബഗ്യുൻ മിൻ ബഗായ ബനി ഇസ്രായേൽ. ഈ ഒരു കാഴ്ച ബനു ഇസ്രായേലുകാരുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീ, വ്യഭിചാരിണിയായൊരു പെണ്ണ് ഇത് കാണുകയാണ്. വേശ്യ പെണ്ണ് ഇത് കണ്ടു. ഫനസഅത് മൂഖഹ, ആ പെണ്ണ് അവളുടെ ഷൂ ഊരുകയും ഫസഖത്ഹു, എന്നതിൽ ആ വെള്ളം നിറച്ച് ആ നായയെ കുടിപ്പിക്കുകയും ചെയ്തു. ഫഗുഫിറ ലഹാ ബിഹി, അല്ലാഹു തആല അത് മുഖേന ആ വേശ്യപ്പെണ്ണിന് പുറത്തു കൊടുക്കുകയും ചെയ്തു എന്നും ഹദീസിൽ കാണാൻ സാധിക്കും. രണ്ട് സംഭവങ്ങളാണ്, രണ്ടും ഏകദേശം ഒരേ കാര്യങ്ങളാണുള്ളത്. ദാഹിച്ചു വലഞ്ഞ ഒരു നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ സ്വർഗത്തിൽ പ്രവേശിച്ച ഒരു വ്യക്തി, അതേപോലെ തന്നെ വിചാരിണിയായ വേശ്യ പണി ചെയ്യുന്ന ഒരു പെണ്ണ് ദാഹിച്ചു വലഞ്ഞ നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ അല്ലാഹു തആല പുറത്തു കൊടുത്ത സംഭവം നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഇതിൽ നമ്മൾക്ക് പല പാഠങ്ങളും ഉണ്ട്. ഒന്നാമത്തെ ഒരു കാര്യം പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഈ ഹദീസിൽ ഉള്ള പ്രധാനപ്പെട്ട ഒരു ഫായിദയാണ് മൃഗങ്ങൾക്ക് നന്മ ചെയ്യുക എന്നുള്ളതിൻ്റെ ശ്രേഷ്ഠത ഈ ഹദീസിലുണ്ട്. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറയാണ്, ഫീഹി ഇമാം നവവി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഫീഹി അൽ ഹസ്സു അലൽ ഇഹ്സാനി ഇലൽ ഹയവാൻ, മൃഗങ്ങൾക്ക് നന്മ ചെയ്യുക എന്നുള്ളതിനുള്ള പ്രേരണ ഈ ഹദീസിലുണ്ട്. അതേപോലെ തന്നെ അവർക്ക് വെള്ളം കൊടുക്കുക എന്നുള്ളതിൻ്റെ ശ്രേഷ്ഠത, അതിനെ പ്രേരിപ്പിക്കുന്ന കാര്യം ഇതിലുണ്ട്. അതേപോലെ തന്നെ ജീവികളോട് കരുണ കാണിക്കുക, റഹ്മത്ത് കാണിക്കുക എന്നതിലേക്ക് പ്രേരിപ്പിക്കുന്ന കാര്യം ഇതിലുണ്ട്. ഫീഹി അൽ ഹസ്സു അലൽ ഇഹ്സാൻ ഇലൽ ഹയവാൻ വസഖിൽ മാ വഫദീലത്തിർ റഹ്മ, വെള്ളം കൊടുക്കുക, ദാഹിക്കുന്നവന്, ജീവിയാകട്ടെ ആർക്കാണെങ്കിലും അവർ വെള്ളം കൊടുക്കുക, അതേപോലെ തന്നെ ജീവികൾക്ക് അതിനോട് കാരുണ്യം കാണിക്കുക എന്നതിൻ്റെയൊക്കെ ശ്രേഷ്ഠത അതിലേക്ക് പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം ഈ ഹദീസിലുണ്ട്, അല്ലേ? ഒരു ജീവി അതിന് വെള്ളം കൊടുക്കുന്നതിന് കൂലിയുണ്ട് എന്നുള്ളത് ഈ ഹദീസ് പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ റഹ്മത്ത് കാണിക്കുക, ആളുകളോട്, ഭൂമിയിലുള്ളവരോട്, മനുഷ്യരോടാകട്ടെ മറ്റു ജീവികളോടാകട്ടെ അവരോട് റഹ്മത്ത് കാണിക്കുക എന്നുള്ളത് ശ്രേഷ്ഠതയുള്ള കാര്യമാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഫീഹി വഫിൽ ഹദീസി അന്ന സഖിയൽ മാ മിൻ അഫ്ദലിൽ അഅമാൽ, വെള്ളം കുടിപ്പിക്കുക എന്നുള്ളത് ശ്രേഷ്ഠകരമായ കർമ്മമാണ് എന്ന് ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാം. അന്ന റഹ്മത ബിൽ ഹയവാനി സബബുൻ ലിമഗ്ഫിറത്തി ദുനൂബ്, അതേപോലെ തന്നെ മൃഗങ്ങളോട് കാരുണ്യം കാണിക്കുക എന്നുള്ളത് പാപങ്ങൾ പൊറുക്കാൻ കാരണമാണ് എന്നും ഈ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. പല കാര്യങ്ങളും ഇതിലുണ്ട്. വെള്ളം കുടിപ്പിക്കുക, വെള്ളം കൊടുക്കുക, വെള്ള സൗകര്യം അത് ഉണ്ടാക്കുക എന്നുള്ളതിനൊക്കെ ശ്രേഷ്ഠതയുണ്ട്, അത് മഹത്തരമായ കർമ്മമാണ് എന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. അത് വെള്ളം കൊടുക്കുക എന്ന് പറഞ്ഞാൽ കിണർ കുഴിച്ചു കൊടുക്കുന്ന കാര്യം മാത്രമൊന്നുമല്ല. ഇപ്പോൾ ഈ മനുഷ്യൻ ചെയ്തത് എന്താണ്? കിണർ കുഴിച്ചു കൊടുത്തിട്ടൊന്നുമില്ല, കിണറിലുള്ള വെള്ളം എടുത്തു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരാൾക്ക് വെള്ളം എടുത്തു കൊടുക്കുക എന്നുള്ളത് പോലും ശ്രേഷ്ഠതയുള്ള കർമ്മമാണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, ഇവിടെ ഒരു നായക്ക് അല്ലെങ്കിൽ ഇത്തരം ജന്തുക്കൾക്ക്, ജീവികൾക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ സ്വർഗത്തിൽ പോയ, അല്ലെങ്കിൽ അല്ലാഹു തആല പാപങ്ങൾ പുറത്തു കൊടുത്ത രണ്ടാളുകളെ കഥയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയാണെങ്കിൽ ഫകൈഫ ബിൽ ആദമിയീൻ, മനുഷ്യർക്ക് വെള്ളം കൊടുത്താൽ എന്തായിരിക്കും അതിൻ്റെ പ്രതിഫലം? ഇദാ അഹ്സൻത ഇലൽ ആദമിയീൻ സാറ അശദ്ദ വഅക്സറ അജ്റ, ഒരു മൃഗത്തിന് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ സ്വർഗത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക്
അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യനത് ചെയ്തു കൊടുത്താൽ എത്രത്തോളം പ്രതിഫലം, അതിന് ധാരാളം പ്രതിഫലം ഉണ്ടാകും. എന്നിട്ട് ഷെയ്ഖ് പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഒരു വാട്ടർ കൂളറിൻ്റെ അടുത്തിരുന്ന് അല്ലെങ്കിൽ ഫിൽറ്ററിൻ്റെ അടുത്തിരുന്നിട്ട് വെള്ളം ഉപ്പാനോടും മകൻ ചെയ്യും, അബീമ ഉപ്പ വെള്ളം തരണമെന്ന് പറയുമ്പം അതെടുത്തു കൊടുത്താൽ പോലും ഇതിൽപ്പെടും. ചെറിയ കുട്ടി വന്നിട്ട് ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരി എന്ന് പറഞ്ഞാൽ അതെടുത്തു കൊടുക്കുന്നത് പോലും കൂലിയുള്ള കാര്യമാണ്. അപ്പോൾ വെള്ളം കുടിപ്പിക്കുക, അതിന് കിണർ ഒഴിച്ചു കൊടുക്കണമെന്നില്ല. നമ്മൾ വെള്ളം എടുത്ത് കൊടുക്കുക എന്നുള്ളത്, ദാഹിക്കുന്ന ഒരാൾക്ക് വെള്ളം കൊടുക്കുക എന്നുള്ളത്, വെള്ളം ആവശ്യമുള്ള ഒരാൾക്ക് വെള്ളം കൊടുക്കുക എന്നുള്ളത് കൂലി കിട്ടുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ഹദീസ്, അർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് കേട്ടു. ഇദാ സഖ അർറജുലു ഇംറഅതഹുൽ മാ, ഒരാൾ തൻ്റെ ഭാര്യയ്ക്ക് വെള്ളം കുടിപ്പിച്ചാൽ ഉജിറ, അയാൾക്കതിന് പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു കേട്ടു. ഇത് കേട്ട സന്ദർഭത്തിൽ അദ്ദേഹം വീട്ടിലേക്ക് പോയി. അദ്ദേഹം പറഞ്ഞു, ഫഖുംതു ഇലാ സൗജതി ഫസഖൈതുഹാ, ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് എൻ്റെ ഭാര്യയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അല്ലെങ്കിൽ വെള്ളം എടുത്ത് കുടിപ്പിച്ചു. അഖ്ബർതുഹാ ബിമാ സമിഅത്, എന്നിട്ട് റസൂലിൽ നിന്ന് കേട്ട ഹദീസ് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞത്. അപ്പം ഭാര്യയ്ക്ക് വെള്ളം എടുത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ വെള്ളം ആവശ്യമുള്ള ഒരാൾക്ക് വെള്ളം എടുത്തു കൊടുക്കുക എന്നുള്ളത് പുണ്യമുള്ള കാര്യമാണ്. നമുക്കറിയാം, കിണർ കുഴിച്ചു കൊടുക്കുക, വെള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക, ഇതിനൊക്കെ കൂലി ഉണ്ടെന്നുള്ള സംശയമില്ല. അതും ഈ ഹദീസിൻ്റെ ഫായിദ ഇൻഷാ നമ്മൾ പറയാം. അല്ലാതെ തന്നെ ഒരാൾക്ക് വെള്ളം കൊടുക്കുക, വെള്ളം കുടിപ്പിക്കുക എന്നുള്ളത് കൂലി കിട്ടുന്ന കാര്യമാണ് എന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. അത് ഒരു ജീവിക്കാണെങ്കിൽ പോലും. ഇപ്പം നോക്ക്, ഒരു നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിലാണ്, ദാഹിച്ചു വലഞ്ഞ ഒരു നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിലാണ് ഈ പ്രതിഫലം ഈ രണ്ട് വ്യക്തികൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇബ്നു അൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, വഇദാ കാന അല്ലാഹു സുബ്ഹാനഹു വതആല ഖദ് ഗഫറ ലിമൻ സഖാ കൽബൻ അലാ ശിദ്ദതി ളമാഇഹി, അല്ലാഹു തആല ഒരു നായക്ക് അങ്ങേയറ്റം ദാഹമുണ്ടായപ്പോൾ ആ നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ അല്ലാഹു തആല ആ വ്യക്തിക്ക് പുറത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫകൈഫ ബിമൻ സഖല ഇതാഷ്, മനുഷ്യരുടെ കൂട്ടത്തിൽ ദാഹിച്ചു വലഞ്ഞ ആളുകൾക്ക് വെള്ളം കൊടുക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല എങ്ങനെ പുറത്തു കൊടുക്കാതിരിക്കും? അവർക്കും പുറത്തു കൊടുക്കും. വ അശ്ബഅൽ ജിയാ, വിശക്കുന്ന ആളുകൾക്ക് വിശപ്പിന് ശമനമുണ്ടാക്കി കൊടുത്താൽ, വ കസൽ ഉറാത മിനൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വസ്ത്രമില്ലാത്ത ആളുകൾക്ക്, വിശക്കുന്നവർക്ക് ദാഹിക്കുന്നവർക്ക് വെള്ളം കൊടുത്തു, ഭക്ഷണം കൊടുത്തു, അവർക്ക് അല്ലാഹു തആല എങ്ങനെ പുറത്തു കൊടുക്കാതിരിക്കും? അവർക്ക് പുറത്തു കൊടുക്കും. ഒരു മൃഗത്തിന് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ, വിശക്കുന്ന ദാഹിക്കുന്ന മനുഷ്യർക്ക്, വസ്ത്രമില്ലാത്ത ആളുകൾക്ക് വസ്ത്രം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അല്ലാഹു തആലയുടെ മഗ്ഫിറത്ത് ലഭിക്കാൻ അത് കാരണമാകും എന്നതിൽ സംശയമില്ല എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞതിൻ്റെ ആശയം. അപ്പോൾ വെള്ളം കൊടുക്കുക എന്നതിൻ്റെ, വെള്ളം കുടിപ്പിക്കുക എന്നതിൻ്റെ ശ്രേഷ്ഠത ഈ ഹദീസിലുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു ഫായിദയാണ്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അങ്ങേയറ്റം പ്രയാസപ്പെട്ട സന്ദർഭത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ടാകും. ഇപ്പോൾ ഈ മനുഷ്യൻ അങ്ങേയറ്റം ദാഹിച്ചു വലഞ്ഞ് അപ്പോഴാണ് ഒരു കിണർ കണ്ടത്. അയാൾക്ക് അതിലിറങ്ങി വെള്ളം കുടിക്കാൻ സാധിച്ചു. മരുഭൂമിയിലാണ്, അല്ലെങ്കിൽ ആളില്ലാത്തൊരു സ്ഥലത്ത്, ഒഴിഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ ഒരു പ്രയാസം അനുഭവപ്പെട്ടപ്പോൾ അയാൾക്ക് ഒരു കിണർ കണ്ടെത്താൻ സാധിക്കുകയും അതിൽ നിന്ന് വെള്ളം കുടിക്കാൻ സാധിക്കുകയും ചെയ്തു. അയാൾക്ക് ആശ്വാസമായി. അയാൾ തിരിച്ചു വന്നപ്പോഴാണ് ഈ നായ ഇങ്ങനെ നാവും പുറത്തേക്ക് ഇട്ട് നിൽക്കുന്നത് കണ്ടത്. താൻ അനുഭവിച്ച പ്രയാസങ്ങൾ, സമാനമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ കാണുമ്പോൾ താൻ അനുഭവിച്ച പ്രയാസം ഓർമ്മ വരികയും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ സാധിക്കുകയും അവിടെ സഹായിക്കേണ്ട ഘട്ടത്തിൽ സഹായിക്കുകയും ചെയ്യണമെന്ന പാഠം ഇതിലുണ്ട്. അയാൾക്കറിയാം ദാഹത്തിൻ്റെ വില എന്താണെന്നുള്ളത്. അതിൽ നല്ല രക്ഷപ്പെട്ടതാണ്. ഒരു കിണർ കാണാൻ പറ്റി, അത് വെള്ളം കുടിച്ചു. അപ്പോഴാണ് സമാനമായ പ്രശ്നം അനുഭവിക്കുന്ന ഒരു ജീവിയെ കണ്ടത്. അപ്പോൾ അയാൾ വന്ന വഴി മറക്കരുതെന്ന് പറയുമല്ലോ. നമ്മൾക്കുണ്ടായ പ്രയാസങ്ങൾ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ പല കാര്യങ്ങളിലും പല ഘട്ടങ്ങളിലും പല രൂപത്തിലും പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും. പിന്നീട് ഒരു ഘട്ടത്തിൽ നമ്മൾക്ക് അല്ലാഹുവിൻ്റെ നിഅമത്ത് ലഭിച്ച് നമ്മൾ വലിയ അവസ്ഥയിലെത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ അനുഭവിച്ച പ്രയാസങ്ങൾ മറന്നുപോകരുത്. സമാനമായ പ്രശ്നങ്ങൾ നമ്മൾ മുമ്പ് പട്ടിണി കിടന്നിട്ടുണ്ടാകും. പ്രായമുള്ള ആളുകളൊക്കെ പറയും നമ്മളൊക്കെ ചെറുപ്പത്തിൽ പട്ടിണി കിടന്നിരുന്നു എന്ന് പറയും. നമ്മൾക്കൊന്നും, പുതിയ തലമുറക്കൊന്നും ആ അവസ്ഥ ഉണ്ടാക്കാൻ സാധ്യമല്ല. പഴമക്കാരൊക്കെ പറയാറുണ്ട് പട്ടിണി കിടന്ന ശരി. പിന്നീട് അല്ലാഹു തആല അവർക്ക് അല്ലാഹുവിൻ്റെ മഹത്തരമായ ഫദ്ല് കൊണ്ട്
ഈ പറഞ്ഞതുപോലെയുള്ള അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പ്രയാസപ്പെടുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. ഭക്ഷണത്തിനൊക്കെ പ്രയാസപ്പെടുന്ന ആളുകൾ, അത് നമ്മൾ മറക്കാൻ പാടില്ല എന്ന പാഠം ഇതിലുണ്ട്. അതേപോലെ തന്നെ ഈ ഹദീസിലുള്ള പ്രധാനപ്പെട്ടൊരു പാഠമാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അല്ലേ? ഇതിൽ രണ്ട് കഥകളിൽ രണ്ടാമത്തെ ഒരു കഥയിലുള്ളത് അള്ളാഹു തആല അങ്ങേയറ്റം വെറുക്കുന്ന തിന്മ ചെയ്യുന്ന ഒരു പെണ്ണിൻ്റെ കാര്യമാണ്. വേശ്യപ്പണി ചെയ്യുന്നൊരു പെണ്ണാണ്, വിചരിക്കുന്നൊരു പെണ്ണാണ്. ഇങ്ങനെ ഒരു വലിയ തെറ്റ് ചെയ്യുന്നൊരു പെണ്ണ് ഒരു നന്മ ചെയ്തപ്പോൾ അള്ളാഹു തആല അള്ളാഹുവിൻ്റെ മഹത്തരമായ റഹ്മത്ത് കൊണ്ട്, ഫദ്ല് കൊണ്ട് അവർ ചെയ്യുന്ന തിന്മകൾ പുറത്തു കൊടുത്ത് അള്ളാഹു തആല അവർക്ക് മാപ്പ് നൽകി എന്നുള്ളത് അള്ളാഹുവിൻ്റെ വിശാലമായ റഹ്മത്തിനെ അറിയിക്കുന്നു എന്നാണ്. ഒരു ചെറിയ പണിയാണ് ആ പെണ്ണ് ചെയ്തത്, അല്ലെങ്കിൽ മനുഷ്യൻ ചെയ്തത്, അല്ലേ? ഒരു വെള്ളം എടുത്ത് കൊടുക്കുക എന്നുള്ള പണിയാണ് ചെയ്തിട്ടുള്ളത്. അതിനെന്താണ് പ്രതിഫലമായി ലഭിച്ചിട്ടുള്ളത്? അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് ലഭിച്ചു, സ്വർഗം ലഭിച്ചു. അത് അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ സൂചിപ്പിക്കുന്നു. അള്ളാഹു അങ്ങേയറ്റം കാരുണ്യമുള്ളവനാണ് എന്ന കാര്യം അതറിയിക്കുന്നു. അതേപോലെ തന്നെ അള്ളാഹു തആല ഈ ഹദീസിലുള്ള മറ്റൊരു പാഠമാണ്, അള്ളാഹു തആല പ്രതിഫലം നൽകുമ്പോൾ ചെറിയ കർമ്മം അള്ളാഹുവിനത് ഇഷ്ടമായാൽ, അള്ളാഹു എത്ര ചെറിയ കർമ്മമാണെങ്കിലും അള്ളാഹുവിന് അത് ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു തആല അതിന് വലിയ പ്രതിഫലങ്ങൾ അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് കൊടുക്കും. ഇവിടെ നോക്ക്, ഈ ഒരു പ്രവർത്തനത്തിന് അള്ളാഹു തആല അവർക്ക് പുറത്തു കൊടുത്ത് അവരെ സ്വർഗത്തിലാക്കി. ഒരു നന്മ ചെയ്താൽ പാപങ്ങൾ പൊറുക്കുമെന്ന പാഠം ഈ ഹദീസിലുണ്ട്. നന്മ ചെയ്താൽ പാപങ്ങൾ പൊറുക്കും എന്ന പാഠം ഈ ഹദീസിലുണ്ട്. സാധാരണ ഒരു നന്മ ചെയ്തു കഴിഞ്ഞാൽ ഇന്നൽ ഹസനാത്ത് യുദ്ഹിബിന സയ്യിആത്ത്, നന്മകൾ തിന്മകൾ മായ്ച്ചു കളയും. അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. എന്നാൽ ഇവിടെ ഈ സ്ത്രീ ചെയ്യുന്നത് വൻ പാപമാണ്. ചില നന്മകൾ, ശൈഖുൽ ഇസ്ലാം തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നു, ചില നന്മകൾ അതിലെ ഇഖ്ലാസും അബൂദിയത്തും അത് പരിപൂർണമാകുമ്പോൾ ചിലപ്പോൾ അല്ലാഹു തആല അത് മുഖേന വൻ പാപങ്ങൾ വരെ പൊറുക്കുമെന്ന പാഠം ഈ കഥയിലുണ്ട്. ശൈഖുൽ ഇസ്ലാം തൈമിയ്യ റഹിമഹുല്ലാഹ് പറയാണ്, വന്നൗഉൽ വാഹിദു മിനൽ അമൽ, ഏതെങ്കിലും ഒരു പ്രവർത്തനം ഖദ് യഫഅലുഹുൽ ഇൻസാനു അലാ വജ്ഹിൻ യുക്മിലു ഫീഹി ഇഖ്ലാസഹു വ ഉബൂദിയതഹു ലില്ലാഹ്, ഇഖ്ലാസും ഉബൂദിയത്തും പരിപൂർണമാക്കി ഒരു അമൽ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ ഫയഗ്ഫിറുല്ലാഹു ലഹു ബിഹി കബായിർ, ചിലപ്പോൾ അത് മുഖേന അല്ലാഹു തആല വൻ പാപങ്ങൾ വരെ എന്ത് ചെയ്യും? പൊറുക്കാം. ആ പ്രവർത്തനം പോലെ ഈ വേശ്യപ്പെണ്ണിന് അല്ലാഹു തആല പുറത്തു കൊടുത്തു. വലിയ തിന്മയാണ് ചെയ്തിരുന്നത്. പക്ഷേ ആ ചെയ്ത നന്മ, അതിലുള്ള ഇഖ്ലാസും സിദ്ഖും അതനുസരിച്ച് വൻ പാപങ്ങൾ വരെ എന്ത് ചെയ്യും? അല്ലാഹു തആല പുറത്തു കൊടുത്തേക്കാം എന്ന പാഠം ഈ സംഭവത്തിലുണ്ട്. അതേപോലെ തന്നെ ഈ കഥയിലുള്ള ഒരു പ്രധാനപ്പെട്ട പാഠമാണ് അഹ്ലുസുന്നയുടെ വിശ്വാസമാണ്. ഒരു മുസ്ലിം ഒരു തിന്മ ചെയ്ത്, ഒരു വൻപാപം ചെയ്തു കഴിഞ്ഞാൽ അയാൾ കാഫിറാവുകയില്ല എന്ന കാര്യം ഈ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്, അല്ലേ? വിചരിക്കുന്ന പെണ്ണാണ്, പക്ഷേ ഒരു മുസ്ലിമത്താണ്. വിചരിച്ചു എന്നുള്ളത് ഗുരുതരമായ തെറ്റാണ്, ഗുരുതരമായ തെറ്റാണ്, യാതൊരു സംശയമില്ല. അങ്ങേയറ്റം ശക്തമായ താക്കീത് വന്നിട്ടുള്ള, നിരവധി ശിക്ഷകൾ വന്നിട്ടുള്ള, ഖബറിൽ പോലും ശിക്ഷയുണ്ട് എന്ന് പറയപ്പെട്ടിട്ടുള്ള അതീവ ഗൗരവപ്പെട്ട തിന്മയാണ്, അതൊരു സംശയമില്ല. പക്ഷേ ഒരു വൻപാപം ചെയ്തതിൻ്റെ പേരിൽ ഒരാൾ കാഫിറായി പോവുകയില്ല എന്നുള്ളത് ഈ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. ഒരു കാഫിറായിട്ടില്ല, കാഫിറായിരുന്നെങ്കിൽ ഈ പറഞ്ഞ കാര്യം കൊണ്ട് എന്ത് ചെയ്യൂല? അല്ലാഹു തആല പുറത്തു കൊടുക്കൂല എന്ന പാഠം ഇതിലുണ്ട്. എന്നാൽ കുഫ്ർ സംഭവിച്ചാൽ മാത്രമേ അയാൾ കാഫിറാകുള്ളൂ. ഒരു വൻപാപം ചെയ്തു എന്നുള്ളത് കൊണ്ട് ഒരാൾ കാഫിറാകുന്നില്ല. അത് അഹ്ലുസുന്നയുടെ വിശ്വാസമാണ്. എന്നാൽ വൻപാപം ചെയ്താൽ കാഫിറായി പോകും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഖവാരിജുകളെ പോലെ. എന്നാൽ അത് ശരിയല്ല. അഹ്ലുസുന്നയുടെ വിശ്വാസം സ്ഥിരപ്പെടുത്തുന്ന കാര്യം ഈ പറഞ്ഞിട്ടുള്ള സംഭവത്തിലുണ്ട്. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിശേഷണമാണ്, ഈ ഹദീസിലെ മറ്റൊരു പാഠമാണ്. അള്ളാഹുവിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിശേഷണമാണെന്ത്? ശുക്ർ. അള്ളാഹു ശുക്ർ ചെയ്യുമെന്നുള്ളത്. അള്ളാഹുവിൻ്റെ ഒരു പേരാണ് ഷക്കൂർ. ശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല ഷക്കൂർ എന്ന് അള്ളാഹുവിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്, ഷാക്കിർ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്, ഷക്കൂർ എന്നും അള്ളാഹു തആല
അള്ളാഹുവിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഒരു ഇസ്മാണ് ഷക്കൂർ. അള്ളാഹു അങ്ങേയറ്റം ശുക്ർ ചെയ്യുന്നവനാണ്. അള്ളാഹുവിൻ്റെ ശുക്ർ എന്ന് പറഞ്ഞാൽ അള്ളാഹു പ്രതിഫലം കർമ്മങ്ങൾ സ്വീകരിക്കുകയും അതിന് വലിയ ഇരട്ടിയായി പ്രതിഫലം നൽകുകയും ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ ശുക്ർ. ചില കർമ്മങ്ങൾക്ക് അള്ളാഹു സ്വർഗം കൊടുക്കും. അള്ളാഹു നല്ല ശുക്റിൻ്റെ ഭാഗമാണ്. അള്ളാഹു കർമ്മങ്ങൾ സ്വീകരിച്ച് വലിയ പ്രതിഫലം നൽകുക, സ്വർഗം നൽകുക എന്നുള്ളതൊക്കെ അള്ളാഹുവിൻ്റെ ഷക്കൂർ എന്ന നാമത്തിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളാണ്. അള്ളാഹു തആല ഷക്കൂറാണ്. അള്ളാഹുവിൻ്റെ ഒരു വിഷയം ഫശക്കറല്ലാഹു ലഹു ഫഗഫറ ലഹു. അള്ളാഹു തആല വ്യക്തിയോട് ശുക്ർ കാണിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഹദീസിൽ. അള്ളാഹുവിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിശേഷണമാണ് അള്ളാഹു തആല ശുക്ർ കാണിക്കും എന്നുള്ളത്. ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിൻ്റെ നൂനിയയിൽ പറഞ്ഞതുപോലെ വഹുവ ശക്കൂറു ഫലൻ യുദയ്യിഅ സഅയഹും. അള്ളാഹു തആല ശക്കൂറാണ്. അടിമകൾ ചെയ്ത പ്രവർത്തനങ്ങൾ അള്ളാഹു നഷ്ടപ്പെടുത്തി കളയുകയില്ല. ഒരടിമ ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലം അള്ളാഹു തആല നൽകാതെ പോവുകയില്ല. ലാകിൻ യുദാഇഫുഹു ബിലാ ഹുസ്ബാനി. കണക്കില്ലാതെ അള്ളാഹു തആല എന്ത് ചെയ്യും? അടിമകളുടെ കർമ്മങ്ങൾ അള്ളാഹു തആല സ്വീകരിച്ചാൽ ആ സ്വീകരിക്കുന്ന രൂപത്തിൽ കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹു കണക്കില്ലാതെ എന്ത് ചെയ്യും? ആ പ്രവർത്തനങ്ങളെ ഇരട്ടിയായി അള്ളാഹു നൽകും. മാലിൽ ഇബാദി അലൈഹി ഹഖ്ഖുൻ വാജിബുൻ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായൊരു ബാധ്യതയില്ല. അടിമകൾ എന്തെങ്കിലും ചെയ്താൽ ഇന്നത് കൊടുക്കണം എന്ന് അള്ളാഹ്ക്ക് എന്തില്ല? നിർബന്ധമായ ബാധ്യതയില്ല. എന്നാൽ അള്ളാഹു ഔജബൽ അജ്റൽ അദീമ അശ്ശഅനി. അള്ളാഹു നിർബന്ധമാക്കിയതാണ് സ്വന്തത്തിന്. അടിമകൾ നന്മ ചെയ്താൽ അത് സ്വീകരിക്കുകയും അതിന് ഇരട്ടിയായി പ്രതിഫലം നൽകണമെന്ന് അള്ളാഹു സ്വന്തത്തിന് നിർബന്ധമാക്കി. അള്ളാഹുവിന് യാതൊരു ബാധ്യതയില്ല. സ്വന്തത്തിന് അള്ളാഹു നിശ്ചയിച്ചതാണ് ഇങ്ങനെ അടിമകൾ ചെയ്താൽ അവർക്ക് പ്രതിഫലം കൊടുക്കണമെന്ന കാര്യം. കല്ലാ വലാ അമലുൻ ലദൈഹി ളായിഉൻ. ഇല്ല, ഒരിക്കലും അള്ളാഹു തആല ഒരു അടിമ ചെയ്ത കർമ്മങ്ങളെ നഷ്ടപ്പെടുത്തി കളയുകയില്ല. ഇൻ കാന ബിൽ ഇഖ്ലാസി വൽ ഇഹ്സാനി. ഇഹ്സാനോടുകൂടി ഇഖ്ലാസോടുകൂടി ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്ത ഒരു കർമ്മം അള്ളാഹു പാഴാക്കുകയില്ല, അള്ളാഹുവിൻ്റെ അടുത്ത് നഷ്ടമാവുകയില്ല. ഇൻ ഉദ്ദിബു ഫബിഅദ്ലിഹി. ഇനി ആർക്കെങ്കിലും ശിക്ഷ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ നീതിയുടെ ഭാഗമാണ് ആ ശിക്ഷ അവന് ലഭിക്കുന്നത്. ഔ നുഇമു ഫബിഫദ്ലിഹി. ഇനി ആർക്കെങ്കിലും അനുഗ്രഹം ലഭിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ ഫദ്ല് കൊണ്ടാണ്. വൽഹംദുലിൽ മന്നാനി. മന്നാനായ അള്ളാഹുവിനാകുന്നു എല്ലാ സ്തുതിയും എന്നാണ് നൂനിയെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത്. അള്ളാഹുവിൻ്റെ ഒരു പേരാണ് ഷക്കൂർ. അള്ളാഹുവിൻ്റെ ഒരു വിശേഷണം അള്ളാഹു ശുക്ർ കാണിക്കുമെന്നുള്ളത്. ശുക്ർ കാണിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല അടിമകളുടെ കർമ്മങ്ങൾ സ്വീകരിക്കുകയും എന്നിട്ടതിന് വലിയ പ്രതിഫലം അള്ളാഹു തആല നൽകുകയും ചെയ്യും. ഇപ്പോൾ നോക്കി, ഇവിടെ ഒരു ചെറിയ കർമ്മത്തിനാണ് വലിയ പ്രതിഫലം കൊടുത്തിട്ടുള്ളത് അല്ലേ? ഒരു നായക്ക് വെള്ളം എടുത്തു കൊടുത്തു, അതിന് നൽകിയ പ്രതിഫലം നോക്ക്. സ്വർഗമാണ് പ്രതിഫലം കിട്ടിയിട്ടുള്ളത്. സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? അഅദത്തു ലിഇബാദി അസ്സാലിഹീൻ മാ ലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമീഅത് വലാ ഖത്തറ അലാ ഖൽബി ബശർ. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരാൾക്കും സങ്കല്പിക്കാൻ പറ്റാത്ത, ഭാവിക്കാൻ പറ്റാത്ത സുഖസൗകര്യങ്ങളുള്ള സ്വർഗമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ പറഞ്ഞ ഒരു നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ കിട്ടിയിട്ടുള്ളത്. ചെറിയൊരു കർമ്മത്തിനും വലിയ പ്രതിഫലം അള്ളാഹു തആല നൽകി. അള്ളാഹു തആല ഷക്കൂർ ആയതുകൊണ്ടാണ് അള്ളാഹു തആല അങ്ങനെ ചെയ്തു. അതേപോലെ തന്നെ ഈ ഹദീസിലുള്ള ഒരു പാഠം എന്നുള്ളത് മഹാന്മാരായ സഹാബത്തിൻ്റെ താല്പര്യമാണ്, ഒരു ഖൈറിനോടുള്ള താല്പര്യം അല്ലേ? ഈ കഥ പറഞ്ഞ സമയത്ത്, ഈ കഥ കേട്ട ഉടനെ അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചത് എന്താണ്? യാ റസൂലല്ലാഹ് വഇന്ന ലനാ ഫിൽ ബഹാഇമി ലഅജ്റാ. മൃഗങ്ങൾക്ക്, ജന്തുക്കൾക്ക് എന്തെങ്കിലും കൊടുത്താൽ പ്രതിഫലം കിട്ടുമോ എന്നാണ്. ആ കഥയിൽ നിന്ന് അവർ ചോദിക്കുന്ന കാര്യം. ഒരു നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ സ്വർഗം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ മൃഗങ്ങൾക്ക്, ജീവികൾക്ക് എന്തെങ്കിലും കൊടുത്താൽ കൂലി ഉണ്ടാകുമോ? അപ്പോൾ ആ കൂലി കിട്ടുന്ന ഒരു അവസരം, ഒരു സംശയമാണ്. എന്തിനാണ് അവർ ചോദിച്ചത്? ആ നന്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സഹാബത്തിൻ്റെ നന്മയോടുള്ള താല്പര്യം ഹദീസിലുണ്ട്. അതേപോലെ തന്നെ ഹദീസിലെ ഈ സംഭവത്തിൻ്റെ മറ്റൊരു ഫായിദയാണ്, മറുപടി കൊടുക്കുന്നയാൾ ചോദ്യത്തിന് മാത്രമല്ല, കുറച്ചും കൂടി വ്യാപകമായ അർത്ഥത്തിൽ മറുപടി കൊടുക്കുക എന്ന പാഠം ഈ ഹദീസിൽ. റസൂലിനോട് സഹാബത്ത് എന്താ ചോദിച്ചത്? ജീവികൾക്ക്, ഇതുപോലെയുള്ള ജീവികൾക്ക് എന്തെങ്കിലും കൊടുത്താൽ പ്രതിഫലമുണ്ടോ
എന്ന ചോദ്യത്തിൽ റസൂൽ അതേ എന്നല്ല മറുപടി പറഞ്ഞത്. റസൂൽ കുറച്ചും കൂടി വിശാലമായ അർത്ഥത്തിൽ അല്ലെങ്കിൽ വിശദമായി പറഞ്ഞു കൊടുത്തു. എന്താ പറഞ്ഞിട്ടുള്ളത്? ഫി കുല്ലി ദാതി കബ്ദിൻ റത്ബത്തിൻ അജ്ർ. ജീവനുള്ള ഏത് പച്ചക്കരയുള്ള ഏത് ജീവിക്ക് എന്ത് കൊടുത്താലും എന്തുണ്ട്? കൂലിയുണ്ട് എന്ന കാര്യം റസൂൽ കുറച്ചുകൂടി വിശാലമായ ചോദ്യത്തിന് മാത്രമല്ല, കുറച്ചും കൂടി വ്യാപകമായ അർത്ഥത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി കൊടുത്തു എന്നുള്ളതും അത് ഒരു പണ്ഡിതൻ്റെ ക്വാളിറ്റിയാണ്. ആ ചോദ്യത്തിൽ അടങ്ങിയ കാര്യത്തിന് മാത്രമല്ല, ആ ചോദ്യം അതിന് മറുപടി വർക്കുമ്പോൾ കുറച്ചും കൂടി വിശാലമായ രൂപത്തിൽ വിശദീകരിച്ചു കൊടുക്കുക എന്ന കാര്യം അത് പണ്ഡിതൻ്റെ ഖറമിനെ സൂചിപ്പിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടിയിൽ അങ്ങനെ ഒരു പാഠം ഉണ്ട്. അതേപോലെ തന്നെ ഈ ഹദീസിലുള്ള പ്രധാനപ്പെട്ടൊരു പാഠമാണ് ചെറിയ കർമ്മങ്ങൾ നിയ്യത്ത് കൊണ്ട് വലിയ പ്രതിഫലം കരസ്ഥമാക്കാൻ സാധിക്കുമെന്നുള്ളത്. എത്രയോ ഇപ്പം നിസ്സാരമായൊരു കർമ്മം, പക്ഷെ അതിന് ചെയ്യുന്നയാളുടെ നിയ്യത്ത്, ഈ ചെയ്ത പ്രവർത്തനം നോക്ക്. ഇവിടെ ഇതിലുള്ള ഒരു കഥയിലുള്ളൊരു പെണ്ണ് വ്യഭിചാരിണിയാണ് അല്ലേ? അതേപോലെ തന്നെ വെള്ളം കൊടുത്ത ജീവി എന്ന് പറഞ്ഞാൽ ഹക്കീറ, അതാണ് വിലയില്ലാത്തൊരു ജീവിയാണ് പട്ടി, നായ എന്നുള്ളത്. കൊടുത്തത് ഒരു എന്തിലാണ്? ആ വെള്ളം കൊടുത്തത് ഷൂവിലാണ്, ഒരു ഗ്ലാസ്സിലോ പ്ലേറ്റോ ഒന്നുമല്ല. എല്ലാ നിലക്കും എന്താണ്? ആ പ്രവർത്തനം മൊത്തത്തിൽ എന്താണ് അല്ലേ? കൊടുത്തത് ഒരു നായക്കാണ്. നായ എന്ന് പറഞ്ഞാൽ വലിയ വിലയുള്ള ജീവിയൊന്നുമല്ല, അല്ലല്ലോ. പല നിലക്കും ഹക്കീറ ജീവിയാണ്. ഈ കൊടുത്തത് ഒരു ഈ പറഞ്ഞിട്ടുള്ള പണി ചെയ്യുന്ന പെണ്ണാണ്. പക്ഷേ എന്താണ്? ആ സ്ത്രീ ചെയ്ത ആ സ്ത്രീയുടെ ആ പെണ്ണിൻ്റെ നീയത്തും സത്യസന്ധതയുമാണ്. അതേപോലെ തന്നെ ആ വ്യക്തിയുടെ, രണ്ട് കഥയിലുള്ള ആ വ്യക്തിയുടെ സിദ്ഖുന്നീയ, സത്യസന്ധമായ നീയത്തും ഇഖ്ലാസുമാണ് ആ കർമ്മം അള്ളാഹു സ്വീകരിക്കാൻ കാരണമായത്. ചെറിയ കർമ്മമാണ്. ഇതാണ് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് പറയുന്നത്, റുബ്ബ അമലിൻ കബീരിൻ തുസഗിറുഹു നിയ്യ. എത്രയോ വലിയ വലിയ പ്രവർത്തനങ്ങൾ നീയത്ത് അതിനെ ചെറുതാക്കും. വലിയ പ്രവർത്തനമായിരിക്കും, പക്ഷെ നീയത്ത് മോശമാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. വലിയ പ്രതിഫലമുള്ള അമലുകളായിരിക്കും, നിസ്കാരം, സദഖ. പക്ഷെ നീയത്ത് അതിനെ ചെറുതാക്കും. വറുബ്ബ അമലിൻ സഗീരിൻ തുകബ്ബിറുഹു നിയ്യ. എത്രയോ ചെറിയ ചെറിയ പ്രവർത്തനങ്ങളെ നീയത്ത് അതിനെ വലുതാക്കും. നീയത്ത് കൊണ്ട് വലിയ പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. നീയത്ത് വളരെ പ്രധാനമാണ്. അതിനനുസരിച്ച് പ്രവർത്തനം വളരെ ചെറുതാണെങ്കിലും അല്ലാഹു തആല വമ്പിച്ച പ്രതിഫലം കൊടുക്കും. അതേപോലത്തെ ഈ ഹദീസിലെ മറ്റൊരു ഫായിദയാണ് അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ. ഈ മനുഷ്യൻ ആ ജീവിക്ക് ഒരു നന്മ ചെയ്തപ്പോൾ അല്ലാഹു തആല അയാൾക്കും ഒരു നന്മ ചെയ്തു. അയാൾക്ക് മഗ്ഫിറത്ത് നൽകിക്കൊണ്ട് അല്ലാഹു ആ മനുഷ്യനോട് ഇഹ്സാൻ കാണിച്ചു. അയാൾ ആ മൃഗത്തിന് വെള്ളം കൊടുത്ത് ആ മൃഗത്തിനോട് ഇഹ്സാൻ കാണിച്ചപ്പോൾ എന്നാണ്. അപ്പോൾ അയാൾ ചെയ്തൊരു നന്മയാണ്, അതിന് അല്ലാഹു തആല തിരിച്ച് അയാൾക്ക് പ്രതിഫലമായി നന്മ ചെയ്തു. അതേപോലെ തന്നെ ഈ ഹദീസിലുള്ള മറ്റൊരു പാഠമാണ് വലിയൊരു തർബിയത്തിൻ്റെ പാഠം ഇതിലുണ്ട്. നന്ദി കാണിക്കാൻ വളരെ കുറച്ച് ആളുകളുള്ളെങ്കിലും ഒരാളും പ്രശംസിക്കാനില്ലെങ്കിലും ഒരാളും കാണാനില്ലെങ്കിലും നമ്മളെ ഒരു പ്രവർത്തനത്തിൽ നിന്ന് ആരെങ്കിലും കാണുന്നുണ്ട്, അറിയുന്നുണ്ട് എന്നുള്ളതാകരുത് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനം അല്ലേ? ഇപ്പം ആ മനുഷ്യൻ ആ ഒരു പ്രവർത്തനം ചെയ്ത സന്ദർഭത്തിൽ ആരുമില്ല, തൊട്ടടുത്ത് ഒരു മനുഷ്യനുമില്ല. അയാൾ ചെയ്യുന്ന ആ പ്രവർത്തനത്തെ പ്രശംസിക്കാനോ തിരിച്ചൊരു നന്ദി പറയാൻ ഒരാൾ പോലും ഇല്ല. നായാണുള്ളത്, പട്ടിയാണുള്ളത്. അപ്പോൾ നമ്മുടെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനം ഒരിക്കലും തിരിച്ചിങ്ങോട്ട് എന്ത് കിട്ടും, ഒരു നന്ദി വാക്ക് പോലും പ്രതീക്ഷിക്കാതെ പ്രവർത്തിക്കുക എന്ന പാഠം ഇതിലുണ്ട്. നമ്മുടെ റബ്ബിന് വേണ്ടി പ്രവർത്തിക്കുക, അത് ആര് കണ്ടാലും കണ്ടിട്ടില്ലെങ്കിലും അതിനെ പുകഴ്ത്താനും അതിനെ നല്ലത് പറയാൻ ആളുകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും റബ്ബിന് വേണ്ടി പ്രവർത്തിക്കുക. ഒരാളത് അറിഞ്ഞിട്ടില്ല, ഒരു മനുഷ്യനത് കണ്ടിട്ടില്ല, പക്ഷെ റബ്ബ് അത് അറിഞ്ഞു. അല്ലാഹു തആല അയാൾക്ക് കൊടുത്ത പ്രതിഫലം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയായി അറിയിച്ചു കൊടുത്തു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എന്ത് ചെയ്തു, അത്
പഠിപ്പിച്ചു തന്നു. അതേപോലെ തന്നെ ഈ ഹദീസിലെ മറ്റൊരു പാഠം, നമ്മൾക്ക് പ്രതിസന്ധി ഉണ്ടെങ്കിലും ആ പ്രതിസന്ധി എത്രത്തോളം ഗുരുതരമായ അവസ്ഥയിലാണെങ്കിലും നമ്മൾക്ക് നന്മ ചെയ്യുന്നത് തടസ്സാകരുത്. ഇപ്പോൾ ഇയാൾ മരുഭൂമിയിലൂടെ നടന്നു പോവുകയാണ്, അയാൾക്ക് ദാഹിക്കുന്നുണ്ട്, ആ ദാഹം അയാൾക്ക് വെള്ളം കുടിച്ച് മാറി, അയാൾ ആ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ആ സമയത്താണ് അയാൾക്ക് ഉണ്ടായ അതേ അനുഭവമുള്ള മറ്റൊരു ജീവിക്ക് അവസ്ഥ വന്നപ്പോൾ എന്ത് ചെയ്തു, അവിടെ ആ ഒരു നന്മയുടെ അവസരം ഉപയോഗപ്പെടുത്തി എന്ത് ചെയ്തു, അതിലേക്ക് പ്രവേശിച്ചു. നമ്മൾക്ക് ശരിയാണ്, മരുഭൂമിയിൽ ഈ പറഞ്ഞ പ്രയാസമൊക്കെ അനുഭവിക്കും. മറ്റൊരാളുടെ പ്രയാസം കാണാതെ പോകരുത്. നമ്മൾ പ്രയാസത്തിലാണെങ്കിൽ കൂടി മറ്റൊരാളുടെ പ്രയാസം കാണാതെ പോകരുത്. അവിടെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക എന്ന പാഠം ഇതിലുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം ഇതിലുള്ളത്, വെള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നതിൻ്റെ ശ്രേഷ്ഠതയാണ്. ഇപ്പം ഈ സ്ത്രീ ആ നായക്ക് വെള്ളം കൊടുത്തതാകട്ടെ, ഈ മനുഷ്യൻ ആ നായക്ക് വെള്ളം കൊടുത്തതാകട്ടെ, അതൊക്കെ ഒരു കിണറിൽ നിന്നാണ്. ആ കിണർ കുഴിച്ചൊരു വ്യക്തി ഉണ്ടാകും, അയാൾക്ക് കിട്ടുന്ന പ്രതിഫലം എത്രയായിരിക്കും? അതിൽ നിന്ന് ആരൊക്കെ കുടിച്ചിട്ടുണ്ടോ, മനുഷ്യരാകട്ടെ മറ്റു ജീവികളാകട്ടെ, അവരൊക്കെ അതിൽ നിന്ന് ഉപകാരമെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ കൂലി അത് കുഴിച്ചു കൊടുത്ത ആൾക്ക് കിട്ടും. അയാൾ മരിച്ചു പോയിട്ടുണ്ടാകും, പക്ഷേ അതെത്ര കാലം നിലനിൽക്കുന്നോ അത്രയും കാലം അയാൾക്ക് കൂലി കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ വെള്ള സൗകര്യം, ഒരു കിണർ കുഴിച്ചു കൊടുക്കുക എന്നുള്ളത് ജാരിയത്തായ സദഖയാണ്, വലിയ പുണ്യം കിട്ടുന്ന കാര്യമാണ്. അതിൽ നിന്ന് ആര് കുടിച്ചാലും, മനുഷ്യരാകട്ടെ മറ്റു ജീവികളാകട്ടെ, അവർക്കൊക്കെ ആരതിൽ നിന്ന് ഫായ്ദ എടുത്താലും അതിൻ്റെയൊക്കെ കൂലി കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ സമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ആളുകൾ സ്വന്തത്തിന് വേണ്ടിയിട്ടും നമ്മുടെ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്യാവുന്ന നന്മകളിൽ പ്രധാനപ്പെട്ട ഒന്നാണെന്ത്, വെള്ളത്തിന് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വെള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. അതിൻ്റെ കൂലി ചെറുതാകൂല, ഒരുപാട് ആളുകൾ അതിൽ നിന്ന് ഫായ്ദ എടുത്തുകൊണ്ടിരിക്കും, അതിൻ്റെയൊക്കെ കൂലി ലഭിക്കും. ഒരു മരുഭൂമിയിൽ ഒഴിഞ്ഞ സ്ഥലത്ത് ആരോ കുഴിച്ച കുഴിയിൽ നിന്ന് അതിലൂടെ സഞ്ചരിക്കുന്ന ആളുകളൊക്കെ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂലി എത്ര കൂലിയാണ് അത് കുഴിച്ചയാൾക്കുണ്ടാവുക എന്ന കാര്യം അതിന് ലഭിക്കുന്ന കാര്യമാണ്. അതേപോലെ തന്നെ ദീനുൽ ഇസ്ലാം അതിൻ്റെ ഒരു സൗന്ദര്യമാണ് മറ്റുള്ളവരെ സഹായിക്കുക. അതൊരു മൃഗമാണെങ്കിൽ പോലും പ്രയാസപ്പെടുന്നവനെ സഹായിക്കുക എന്നുള്ള വലിയ പാഠം കഥയിലുണ്ട്. അത് മനുഷ്യർ മാത്രമല്ല, മറ്റു ജീവികൾക്കൊരു പ്രയാസം ഉണ്ടെങ്കിൽ കൂടി ആ നായക്കുണ്ടായ പ്രയാസം നീക്കി കൊടുത്തതിൻ്റെ പേരിൽ നമുക്ക് സ്വർഗം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ മനുഷ്യരായിട്ടുള്ള ആളുകൾ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അവരെ സഹായിക്കുക എന്നുള്ളത് ഒരു ജീവിയോട് കാണിച്ചതിൻ്റെ പേരിൽ, അവരെ സഹായിച്ചതിൻ്റെ പേരിൽ ഇങ്ങനെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ വിശുദ്ധ ഇസ്ലാം മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. ജീവികളെ വിഷയത്തിലുള്ള ഇപ്പോൾ ഉപദ്രവകാരികളായ ജീവികളുണ്ടാകും, അതിന് ഒഴിവാക്കുക അല്ലെങ്കിൽ അതിന് ആട്ടി വിടുക, അതിനെ കൊല്ലുക എന്നുള്ളതൊക്കെ ജായിസായ കാര്യമാണ്. ഒരു ഉപദ്രവകാരിയായിട്ടുള്ള ഒരു ജീവി ഉണ്ടെങ്കിൽ, ഇപ്പോൾ നായനെ കടിക്കണ നായ ഉണ്ടെങ്കിൽ അതിന് ഇസ്ലാമിൽ അതിനെ കൊല്ലാൻ അനുവദനീയമാണ്, അതിനെ ആട്ടി അകറ്റൽ അനുവദനീയമാണ്. അപകടകാരികളായിട്ടുള്ള ഏത് ജീവിയാകട്ടെ, പണ്ഡിതന്മാർ പറഞ്ഞത് പൂച്ചയാണെങ്കിൽ പോലും പൂച്ചയെ കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ട്, വീട്ടിൽ പല രൂപത്തിലും പ്രയാസങ്ങൾ ഉണ്ടാക്കേണ്ട, അതിനെ കൊല്ലാം അനുവദനീയമാണ്. ഉപദ്രവമില്ലാത്തതിനെ കൊല്ലാൻ പാടില്ല, പൂച്ച കൊണ്ട് ഉപദ്രവത്തിനെ കൊല്ലാൻ പാടില്ല. നായനെ കൊണ്ടാണെങ്കിൽ ഉപദ്രവമില്ലാത്ത നായനെ കൊല്ലാൻ പാടില്ല. ഉപദ്രവകാരികളായ കടിക്കുന്ന പട്ടി നായൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കൊല്ലുക എന്നുള്ള ജായിസാണ്. പക്ഷേ അല്ലാത്ത ഉപദ്രവം ഇല്ലാത്ത ഒന്നിനോട് അതിന് ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതും അതിന് ഈ രൂപത്തിലുള്ള ഇഹ്സാൻ ചെയ്യുക എന്നുള്ളത് കൂലി കിട്ടുന്ന കാര്യമാണ് എന്ന പാഠം ഇതിലുണ്ട്. അതേപോലെ തന്നെ ഈ ഹദീസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫായിദയാണ് ഒരു നന്മയെയും നമ്മൾ ചെറുതായി കാണരുത് എന്ന പാഠം ഇതിലുണ്ട്. ഒരു നന്മ എത്ര ചെറുതാണെങ്കിലും, നന്മകൾ എത്ര ചെറുതാണെങ്കിലും അതിനെ നിസ്സാരമായി കാണരുത് എന്ന വലിയ പാഠം ഈ ഹദീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം അതുതന്നെയാണ്. ചെറുതാണെങ്കിൽ കൂടി നന്മകൾ ഒന്നിനെയും നമ്മൾ ചെറുതായി കാണരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅൻ, നന്മയിൽ നിന്ന് ഒന്നിനെയും നീ ചെറുതായി കാണരുത്. ഇസ്ലാം പഠിപ്പിച്ചൊരു നന്മയാണ്, അതിന് ഒന്നിനെയും നീ ചെറുതായി കാണരുത്. വലൗ അൻ തൽഖ അഖാക ബിവജ്ഹിൻ തലീഖ്, മുഖപ്രസന്നതയോടുകൂടി നല്ല പുഞ്ചിരിച്ചുകൊണ്ട് തൻ്റെ സഹോദരനെ
കണ്ടുമുട്ടുക എന്നുള്ളതാണെങ്കിൽ കൂടി ഒരാളുടെ മുഖത്ത് നോക്കി ചിരിക്കുക എന്നുള്ളത് സദഖയാണ്. ചെറിയൊരു കാര്യം, പ്രത്യേകിച്ച് റിസ്ക് ഇല്ലാത്തൊരു കാര്യമാണ്. എത്ര ചെറുതാണെങ്കിലും നന്മയൊന്നിനെയും ചെറുതായി കാണരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, ഇത്തഖില്ലാ, അല്ലാഹുവിനെ സൂക്ഷിക്കണം, വലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ഷൈഅ, നന്മയിൽ നിന്ന് ഒന്നിനെയും നീ ചെറുതായി കാണരുത്, ഒന്നിനെയും നിസ്സാരമാക്കരുത്. വലൗ അൻ തുഫ്രിഗ മിൻ ദൽവിക ഫീ ഇനാഇൽ മുസ്തസ്ഖി, വെള്ളം ചോദിച്ച ഒരാളുടെ പാത്രത്തിലേക്ക് വെള്ളം ചൊരിഞ്ഞു കൊടുക്കുക, വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നുള്ളത് പോലും, ഒരാൾ വെള്ളം ആവശ്യപ്പെട്ട അയാൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നുള്ളത് പോലും എന്താണ്? നന്മയാണ്. അപ്പോൾ നന്മയിൽ നിന്ന് ഒന്നിനെയും നീ എന്ത് ചെയ്യരുത്? ചെറുതായി കാണരുത്. ഒരു നന്മ ചെയ്യാൻ നമുക്ക് അവസരം ഉണ്ടായാൽ അത് നമ്മൾ ചെറുതായി കാണരുത് എന്ന വലിയ പാഠം ഈ ഹദീസിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, മൻ ഇസ്തതഅ മിൻകും അൻ യസ്തതിറ മിനൻ നാർ വലൗ ബിശിഖ്ഖി തംറ ഫലിയഫഅൽ, ഒരാൾക്ക് നരകത്തിൽ നിന്ന് ഒരു കാരക്കയുടെ കഷ്ണം സദഖ കൊടുത്തിട്ടെങ്കിലും നരകത്തിൽ നിന്ന് അവന് മറ സ്വീകരിക്കാൻ സാധിക്കുമെങ്കിൽ അവനത് ചെയ്യട്ടെ, വളരെ ചെറുത് കൊടുത്തിട്ടാണെങ്കിലും. എന്ന് പറഞ്ഞാൽ നന്മയിൽ നിന്ന് ഒന്നിനെപ്പോലും നിസ്സാരമായി കാണരുത് എന്ന വലിയ പാഠം ഈ ഹദീസിലുണ്ട്. ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാഹ് പറഞ്ഞു, ലാ യംബഗി ലിൽ ആഖിൽ, ഒരു ബുദ്ധിയുള്ളയാൾക്ക് യോജിച്ചതല്ല, ലാ യംബഗി ലിൽ ആഖിലിൽ മുഅ്മിൻ, വിശ്വാസിയായ ബുദ്ധിയുള്ള ഒരുത്തിന് യോജിച്ചതല്ല, അൻ യഹ്തഖിറ ശൈഅൻ മിൻ അഅമാലിൽ ബിർ, നന്മകളിൽ നിന്ന് ഏതെങ്കിലും ഒന്നിനെ നിസ്സാരമായി കാണുക, ചെറുതല്ലേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യരുത്, അതിനെ ചെറുതാക്കി കാണുക എന്നുള്ളത് ബുദ്ധിയുള്ളൊരു വിശ്വാസിക്ക് യോജിച്ചതല്ല. ഫറുബ്ബമാ ഗുഫിറ ലഹു ബിഅഖല്ലിഹ, ചിലപ്പോൾ അവൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ചെറിയ നന്മ കൊണ്ടായിരിക്കും അള്ളാഹു ചില എന്ത് ചെയ്യുക, അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുക. ഒന്നിനെ നമ്മൾ ചെറുതായി കാണരുത്. നമ്മൾക്ക് ചെയ്യാൻ കിട്ടിയ അവസരങ്ങൾ, നന്മകൾ, അതെത്ര ചെറുതാണെങ്കിലും നമ്മൾക്ക് പറ്റുന്ന രൂപത്തിൽ നമ്മൾ നന്മ, വലിയ നന്മകളുണ്ടാകും, ഫാദിലായ നന്മകളുണ്ടാകും, മഫ്ദൂലായ നന്മകളുണ്ടാകും, അഫ്ദലായ അമൽ നന്മകളുണ്ടാകും. ഏതൊക്കെയാണെങ്കിലും ഒരു നന്മയെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നന്മയാണെങ്കിൽ അത് നമ്മൾ നിസ്സാരമായി കാണരുത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നോക്കുക, ലഖദ് റഅയ്തു റജുലൻ യതഖല്ലബു ഫിൽ ജന്ന, സ്വർഗത്തിലൊരു മനുഷ്യനെ ഞാൻ കണ്ടു, അയാളിങ്ങനെ സ്വർഗത്തിലൂടെ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അയാൾ ചെയ്ത പണി എന്താണ്? ഫീ ഷജറത്തിൻ ഖതഅഹ മിൻ ദഹരി ത്വരീഖ് കാനത് തുഅദിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കിയിരുന്ന ഒരു മരം അയാൾ മുറിച്ചു മാറ്റി എന്നുള്ള നന്മയാണ് അയാൾ ചെയ്തത്. മുസ്ലിങ്ങൾക്ക് വഴിയിൽ പ്രയാസമുണ്ടാക്കിയിരുന്ന ഒരു മരം അയാൾ മുറിച്ചു മാറ്റി. ആ പ്രയാസം നീക്കി കൊടുത്തതിൻ്റെ പേരിൽ അയാൾ സ്വർഗത്തിൽ ഇങ്ങനെ കറങ്ങുന്നത് ഞാൻ കണ്ടു, സ്വർഗത്തിലൂടെ നടക്കുന്നത് ഞാൻ കണ്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഒരു അല്ലേ, നന്മകളിൽ ഏറ്റവും നിസ്സാരമായൊരു നന്മയാണ് ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ്, വഴിയിൽ നിന്നൊരു തടസ്സം നീക്കി കൊടുക്കുന്നത്. പക്ഷെ അതിൻ്റെ പേരിൽ അവർക്ക് സ്വർഗം കിട്ടിയ കാര്യമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിൽ നമുക്കുള്ള പാഠം എന്താണ്? നന്മയിൽ ഒന്നിനെയും നമ്മൾ ചെറുതായി കാണരുത് എന്ന പാഠം. അപ്പോൾ നന്മ എത്ര ചെറുതാണെങ്കിലും ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ഷൈഅ, ഒന്നിനെയും നിസ്സാരമായി കാണരുത്. അല്ലേ, ഒരു നായക്ക് വെള്ളം എടുത്ത് കൊടുക്കുക എന്നുള്ള ഒരു ചെറിയ പ്രവർത്തനമാണ് മൊത്തത്തിൽ നോക്കുമ്പോൾ, പക്ഷെ അതിന് കിട്ടിയ പ്രതിഫലം വലുതാണ്. അപ്പോൾ ഈ പാഠം പ്രധാനപ്പെട്ട പാഠമാണ്. നമുക്ക് അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ, അല്ലേ, ഒരു ചെറിയ ദർറത്ത് നമ്മൾ തുലാസിൽ തൂക്കി നോക്കാൻ പറ്റാത്തൊരളവാണ് ഒരു ഉറുമ്പ്, ചെറിയൊരളവ്. അത്രയും ചെറിയ നന്മ ചെയ്താലും യറ, അത് അവന് അതിൻ്റെ പ്രതിഫലം അവന് കണ്ടെത്താൻ സാധിക്കും. നാളെ പരലോകത്തിൻ്റെ പ്രതിഫലം ഉണ്ടാകും. എന്താണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്? ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ എന്ന് പറയുന്ന അർത്ഥം എന്താ? എത്ര ചെറുതാണെങ്കിലും അതിൻ്റെ പ്രതിഫലം അല്ലാഹു തആല അവന് കൊടുക്കുന്നതാണ്. അപ്പം നന്മകളിൽ ഒന്നിനെയും നിസ്സാരമാക്കരുത്. പോലെ നമ്മൾ നേരത്തെ മുമ്പ് ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണത്. ഇപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അവരോട് വന്ന് ഒരു സഹായം ആവശ്യപ്പെട്ടപ്പോൾ ഒരു മുന്തിരിയിലെ ചെറിയൊരു മുന്തിരി എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. അത്രേ ഉള്ളൂ അവിടെ അടുത്ത്. ചുറ്റുമുണ്ടായിരുന്ന സ്ത്രീകൾ അത്ഭുതപ്പെട്ടു. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നില്ല, എന്തിനാണ് നിങ്ങൾ അത്ഭുതപ്പെടുന്നത്? ഫഇന്ന ഫീഹാ ദർറൻ കസീറ, ഒരുപാട് ദർറത്തുണ്ട്.
അല്ലേ? ഒരു മുന്തിരി എടുത്ത് നോക്കാൻ ഒരുപാട് ദർറത്തിന് ചെറിയ കണികയാണ്. അപ്പോൾ സ്വതക്കയുടെ കാര്യത്തിലാണെങ്കിലും അത് കുറച്ചാണെങ്കിലും പറ്റുന്ന രൂപത്തിൽ, ചെറുതല്ല സംഖ്യ എന്ന് വിചാരിച്ചിട്ട് നമ്മളെ കൊണ്ട് 10 രൂപ കൊടുക്കാൻ പറ്റും, 10 രൂപ കൊടുത്താൽ മതി. ആ 10 നമ്മൾ ചെറുതായി കാണണ്ട, നമ്മൾക്ക് 10 കൊടുക്കുക, അത് മതി. അതിന് വലിയ പ്രതിഫലം ഉണ്ടാകും, അല്ലേ? സബഖ ദിർഹമുൻ അലാ മിഅത്തി അൽഫി ദിർഹം പറഞ്ഞ ഹദീസാണ്, മുമ്പ് നമ്മൾ കേട്ട ഹദീസാണ്. ഒരു ദിർഹം 1,00,000 ദിർഹമിനെ മറികടക്കും. 2 ദിർഹം ഒരാടുത്തുള്ളൂ, അയാൾ ഒരു ദിർഹം എടുത്ത് കൊടുത്താൽ ആ ദിർഹം 1,00,000 ദിർഹം കൊടുത്ത ആളുടെ മുകളിൽ പോയി എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കൊടുക്കുന്നതിൻ്റെ വലുപ്പം ചെറുപ്പമല്ല, ചെറുതാണെങ്കിൽ പോലും നമ്മൾ ഒന്നിനെയും നിസ്സാരമായി കാണേണ്ടതില്ല എന്ന പാഠം ഇതിലുണ്ട്. നോക്ക്, അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞു, ലാ തസ്തസ്ഗിറന്ന ശൈഅൻ മിനൽ ഖൈർ, നന്മയിൽ നീ ഒന്നിനെയും ചെറുതായി കാണരുത്, നന്മയിൽ നിന്ന് ഒന്നിനെയും നീ നിസ്സാരമാക്കരുത്. ഫഇന്നക ലാ തദ്രി അയ്യ ഹസനത്തിൻ തുദ്ഖിലുകൽ ജന്ന, കാരണം നിനക്കറിയില്ല ഏതു നന്മയാണ് നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക എന്നുള്ളത്. ഒരു നന്മയെ നീ ചെറുതായി കാണണ്ട, ഏത് നന്മയാണ് നിന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ഈ മനുഷ്യൻ ഒരു നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ ആ നന്മയാണ് അയാളെ സ്വർഗത്തിലേക്ക് എത്തിച്ചത്. അതുകൊണ്ട് ഒരു നന്മയെ നമ്മൾ ചെറുതായി കാണരുത്. ഇതിന് നേരെ ഇതിന് മറ്റൊരു ഭാഗം കൂടി ഉണ്ട്. എന്താണ്? അതേപോലെ തന്നെ ഒരു തിന്മയെയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നിസ്സാരമാക്കാൻ പാടില്ല. ഇപ്പോൾ നോക്ക്, ഒരു വ്യഭിചാരിണിയുടെ, ഒരു വേശ്യയുടെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഒരിക്കലും എന്തല്ല, വ്യഭിചരിക്കാനുള്ള ഒരു അളവല്ല. വ്യഭിചരിച്ചാലും ഇടയ്ക്കൊക്കെ ആർക്കെങ്കിലും വെള്ളം ഭക്ഷണം വാങ്ങിക്കൊടുത്താൽ മതി എന്ന പാഠത്തിലില്ല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ശിർക്കല്ലാത്ത പാപങ്ങൾ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്കാണ്. വിചാരിച്ചാൽ അത് ശിക്ഷക്ക് അർഹത കിട്ടുന്ന കാര്യമാണ്, കടുത്ത ശിക്ഷക്ക് അർഹത കിട്ടുന്ന കാര്യമാണ്. ഇവിടെ അള്ളാഹു തആല ഒരു നന്മ ചെയ്തതിൻ്റെ പേരിൽ അള്ളാഹു തആല ഇവർക്ക് പുറത്തു കൊടുത്തു. എല്ലാവർക്കും അത് പുറത്തു കൊടുക്കണമെന്നില്ല. അപ്പോൾ അള്ളാഹു തആല ശക്തമായി വിലക്കിയ തിന്മകളെ അതിൻ്റെ ഗൗരവത്തിൽ തന്നെ നമ്മൾ കാണണം. ഈ ഹദീസ് നമ്മൾക്ക് നമ്മുടെ അള്ളാഹുവിൻ്റെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്ന ഹദീസാണെങ്കിൽ, അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെടുത്തുന്ന ഹദീസുകൾ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ തന്നെ മനസ്സിലാക്കണം. വ്യഭിചാരത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലും ഹദീസിലും പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ഭയപ്പെടുത്തണം. ഇതുപോലെയുള്ള അള്ളാഹുവിൻ്റെ റഹ്മത്തും മഗ്ഫിറത്തും പറയുന്ന ഹദീസുകൾ എന്ത് ചെയ്യണം, അള്ളാഹുവിൽ നമുക്ക് എന്ത് ചെയ്യണം, പ്രതീക്ഷ ഉണ്ടാക്കണം. അങ്ങനെ മനസ്സിലാതെ ഇതൊരിക്കലും തിന്മ ചെയ്യാനല്ല, എന്തല്ല, ഒരു ലൈസൻസ് അല്ല, അല്ലെങ്കിൽ ഇളവല്ല, അങ്ങനെ ആരും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പാടില്ല. അങ്ങനെ ഒരു പാഠതിലില്ല. നോക്കി, ബിലാൽ ഇബ്നു സഅദ് റഹിമഹുല്ലാഹ് താബിഈയാണ്, അദ്ദേഹം പറഞ്ഞു, ലാ തൻദുർ ഇലാ സിഗറിൽ ഖതീഅ, തിന്മ എത്ര ചെറുതാണ് എന്ന് നീ നോക്കരുത്. വലാകിൻ ഉൻദുർ ഇലാ അദമതി മൻ അസൈത്, തിന്മ എത്ര ചെറുതാണെങ്കിലും നീ ആരെയാണ് ധിക്കരിച്ചത് അവൻ്റെ മഹത്വം നീ മനസ്സിലാക്കണം, അറിയണം. നമ്മൾ എത്ര ചെറിയ തിന്മയാണെങ്കിലും ആരോടാണ് നമ്മൾ ആ ധിക്കാരം കാണിച്ചത്? റബ്ബിനോടാണ്. റബ്ബ് ചെയ്യണ്ട എന്ന് പറഞ്ഞ കാര്യമാണ് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ആ തിന്മ ചെയ്യുന്നതിലൂടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തിന്മയുടെ വലിപ്പക്കുറവ് നീ നോക്കരുത്. നീ ആരോടാണോ അനുസരണക്കേട് കാണിച്ചത് ആ റബ്ബിൻ്റെ അളമത്തിനി, അതിന് അള്ളാഹുവിൻ്റെ മഹത്വം നീ എന്ത് ചെയ്യണം, ചിന്തിക്കണം. വല തൻദുർ ഇലാ സിഗറിൽ മഅറൂഫ്, തിന്മ എത്ര ചെറുതാണ് എന്ന് നീ നോക്കണ്ട. വലാകിൻ ഉൻദുർ ഇലാ അളമതി മൻ തർജൂഹ്, നീ ആരിൽ നിന്നാണ് പ്രതിഫലം ആഗ്രഹിക്കുന്നത് അവൻ്റെ മഹത്വം നീ ചിന്തിക്കുക. നന്മ വളരെ നിസ്സാരമായിരിക്കും, പക്ഷെ ആർക്ക് വേണ്ടിയാണ് നന്മ ചെയ്തത് അവൻ്റെ മഹത്വം, അള്ളാഹുവിൻ്റെ മഹത്വം നീ ചിന്തിച്ചാൽ മതി. നന്മ എത്ര ചെറുതാണെങ്കിലും ഏതൊരു തിന്മ ചെയ്യുമ്പോഴും അത് ചെയ്യാൻ പോകുമ്പോൾ ആ തിന്മയുടെ നിസ്സാരമാണ് എന്നുള്ളതല്ല നമ്മൾ ചെയ്യുന്നത്. ആരെയാണ് നമ്മൾ ആ തിന്മ ചെയ്യുന്നതിലൂടെ ധിക്കരിക്കുന്നത്? ആ റബ്ബിൻ്റെ അദമ, ആ റബ്ബിൻ്റെ മഹത്വം നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഒരു തിന്മയെയും നമ്മൾ ചെറുതായി കാണാൻ പാടില്ല, ഒരു നന്മയെയും നമ്മൾ ചെറുതായി കാണാൻ പാടില്ലാത്തതുപോലെ ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅ എന്ന് പറഞ്ഞതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു ഹദീസാണ്, ഇയ്യാക്കും വമുഹഖറാത്തി ദുനൂബ്, ആളുകൾ നിസ്സാരമായി കാണുന്ന തിന്മകളെ നിങ്ങൾ സൂക്ഷിക്കണം, അത് നിങ്ങൾ ഉപേക്ഷിക്കണം എന്ന് ഞാൻ നിങ്ങളോട് താക്കീത് ചെയ്യുന്നു. ഇയ്യാക്കും വമുഹഖറാത്തി ദുനൂബ്. എന്തുകൊണ്ട്? ആളുകൾ വളരെ നിസ്സാരമായി കാണുന്ന, ആളുകൾക്ക് വലിയ ഗൗരവമില്ലാത്ത പല തിന്മകളും സംഭവിച്ച് അത് കുന്നുകൂടി ഫഇന്നഹുന്ന യജ്തമിഅന അല റജുൽ ഹത്താ യുഹ്ലിക്നഹു, റസൂലുള്ളാഹി പറഞ്ഞു, ആ തിന്മകൾ ഒരാളിൽ ഒരുമിച്ച് കൂടി
അയാളത് നശിപ്പിച്ചു കളയും. തിന്മ എത്ര ചെറുതാകട്ടെ വലുതാകട്ടെ, ആ തിന്മ നമ്മളെ എത്രത്തോളം ബാധിക്കും, പ്രത്യേകിച്ച് നമ്മുടെ ഹൃദയത്തെ എത്രത്തോളം പരിക്കേൽപ്പിക്കും നമ്മൾ ചിന്തിക്കണം. ഒരു തിന്മ നമ്മൾ സംഭവിച്ചാൽ ആ തിന്മ ചെയ്തതിൻ്റെ കുറ്റുണ്ടാവും, അതിന് പുറമെ നമ്മുടെ ഹൃദയത്തെ അത് ബാധിക്കും. ഹൃദയത്തെ കേടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിന്മകൾ തന്നെയാണ്. ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, ഫസാദുൽ ഖുലൂബി മുതവല്ലിദു മിൻ സിത്തത്തി അഷ്യാ. ഹൃദയങ്ങളുടെ നാശം സംഭവിക്കുന്നത് അത് 6 കാര്യങ്ങളിൽ നിന്നാണ്. അതിലൊന്ന് യുദ്നിബൂന ബിറജാഇ തൗബ. തൗബ ചെയ്യാം എന്ന പ്രതീക്ഷയിൽ ഇങ്ങനെ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് ഹൃദയത്തെ നശിപ്പിച്ചു കളയുന്ന കാര്യമാണ്. ഓരോ തിന്മയും നമ്മുടെ ഹൃദയത്തെ ബാധിക്കും, എത്ര ചെറുതാണെങ്കിലും. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇദാ അഖ്തഅ അൽ അബ്ദു ഖതീഅതൻ നുകിതത് ഫീ ഖൽബിഹി നുക്തതുൻ സൗദാ. നമ്മൾ ശരിക്കും ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു ഹദീസാണ്. ഒരു മനുഷ്യൻ, ഒരടിമ ഒരു തിന്മ ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ ഹൃദയത്തെ അത് എത്രത്തോളം പരിക്കേൽപ്പിക്കുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഹൃദയത്തെ എങ്ങനെ ബാധിക്കും? റസൂലുള്ളാഹി പറഞ്ഞു, ഒരു തിന്മ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴും. ഒരു തിന്മ ചെയ്താൽ ഒരു കറുത്ത പുള്ളി. ഫൈദാ ഹുവ നസഅ വസ്തഗ്ഫറ വതാബ സുഖില ഖൽബുഹു. എന്നാൽ അയാൾ തിന്മയിൽ നിന്ന് തൗബ ചെയ്താൽ, അള്ളാഹുവിനോട് മഗ്ഫിറത്തിന് ചോദിച്ചാൽ, ആ തിന്മയിൽ നിന്ന് വിട്ടുനിന്നാൽ അവൻ്റെ ഹൃദയം ശുദ്ധമാകും. ഒരു തിന്മ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവൻ്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴണം. അവൻ മഗ്ഫിറത്ത് ഇസ്തിഗ്ഫാർ നടത്തി തൗബ ചെയ്താൽ എന്ത് ചെയ്യും? അത് വൃത്തിയാകും. പക്ഷെ അയാൾ തിന്മയിൽ തന്നെ തുടരുകയാണെങ്കിലോ, വൈന ആദ സീദ ഫീഹാ ഹത്താ തഅലുവ ഖൽബഹു. ഇനി വീണ്ടും അയാൾ തിന്മ ചെയ്യുകയാണെങ്കിലോ, അയാളുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഓരോ പുള്ളി വീണ് ആ ഹൃദയത്തെ ആ പുള്ളികൾ ആവരണം ചെയ്യും എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വഹുവ റാന്നു ലദീ ദക്കറല്ലാഹ്. അതാണ് അല്ലാഹു തആല സൂറത്തുൽ മുത്തഫിഫീനിൽ പറഞ്ഞ കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അവർ ചെയ്ത തോന്നിവാസം, വൃത്തികേടുകൾ, തിന്മകൾ കാരണത്താൽ അവരുടെ ഹൃദയത്തെ അത് കറ ബാധിപ്പിച്ചിരിക്കുന്നു. അവർ ഹൃദയം അത് കറ പിടിച്ചതായിരിക്കുന്നു അവർ ചെയ്ത തിന്മ കാരണത്താൽ. ആ കറ അങ്ങനെ സംഭവിക്കും. തിന്മ ഹൃദയം സീൽ വെക്കപ്പെട്ട അവസ്ഥ, അതിന് കറ ബാധിച്ച് അത് കറുത്തു പോകുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഒരു തിന്മ സംഭവിച്ചാൽ നമ്മുടെ ഹൃദയത്തെ എത്രത്തോളം അത് പരിക്കേൽപ്പിക്കും നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് ഒരു തിന്മയെ നമ്മൾ നിസ്സാരമായി കാണരുത്. ഈ ആയത്ത് സൂറത്തുൽ മുത്തഫിഫിനിലെ ആയത്ത് കാഫിറുകളെ കുറിച്ച് പറഞ്ഞ ആയത്താണ്. ഇമാം ദഹ്ലവി റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, കാഫിറുകളെ കുറിച്ചാണ് ഈ ആയത്തുള്ളത്. പക്ഷെ അല്ലാഹു തആല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറഞ്ഞിട്ട് ഈ ആയത്താണ് ഓതിയത്. അതിൽ 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത് വിശ്വാസികളെ ഭയപ്പെടുത്തലാണ്. 2, കുഫാറുകളുടെ ഹൃദയം കറുത്തുപോയതുപോലെ തിന്മകൾ ചെയ്ത ആളുകളുടെ ഹൃദയം എന്ത് ചെയ്യും? കറുത്തുപോകും. മറ്റൊന്ന് എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ തിന്മകൾ അൽ കുഫ്റു ബരീദു അൽ മഅസിയതു ബരീദുൽ കുഫർ എന്ന് പറയും സലഫുകൾ പറഞ്ഞ. തിന്മ അത് കുഫറിൻ്റെ ദൂതനാണ്. ദൂതൻ എന്ന് പറഞ്ഞാൽ ഉടനെ വരാൻ സാധ്യതയുള്ള ഒന്നാണ്. അതുപോലെ തിന്മ ചെയ്തു കഴിഞ്ഞാൽ അയാൾ കുഫറിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട്. അതും ഇത് അറിയിക്കുന്നുണ്ട് എന്നാണ്. തിന്മ ചെയ്ത് അവസാനം അയാൾ എന്തെങ്കിലും കാഫിറാകാനുള്ള സാധ്യത കൂടിയുണ്ട്. ചെറിയ തിന്മയിലും തുടങ്ങി അവസാനം ചിലപ്പോൾ അയാൾ മുർത്തദ്ദായി പോകും. തിന്മക്കുള്ള അപകടം അങ്ങനെ ഉണ്ട്. ചില തിന്മകൾ ചെയ്ത് അവസാനം അയാൾ എവിടെത്തും? കുഫറിൽ ചെന്ന് ചാടും. അപ്പോൾ തിന്മകളെ നമ്മൾ ഒരു തിന്മയെയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നിസ്സാരമായി കാണാൻ പാടില്ല. അത് ആ പാഠം ഇതിൻ്റെ കൂട്ടത്തിൽ മനസ്സിലാക്കണം. ഈ പറഞ്ഞതുപോലെ വിചാരം ചെയ്ത പെണ്ണിന് അല്ലാഹു തആല ഒരു നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തിന്മയാനുള്ള ഒരു അളവ് അതിലൊരിക്കലും നമ്മുടെ മനസ്സിൽ വരാൻ പാടില്ല. തിന്മ എത്ര ചെറുതാണെങ്കിലും അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അതിന് ഖല്ലി ദുനൂബ സഗീറഹ വ കബീറഹ ദാക തുഖ. ചെറുതും വലുതുമായ തിന്മകളെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് തഖ്വ. അതാണ് തഖ്വ. ചെറിയ തിന്മകളും വലിയ തിന്മകളൊക്കെ ഉപേക്ഷിക്കലാണ് തഖ്വ. അസ്ന കമാഷിൻ ഫൗഖ അർദി ഷൗകി യഹ്ദറു മാ യറ. മുള്ളുള്ള പ്രദേശത്തിൽ, മുള്ളുള്ള സ്ഥലത്തൂടെ ഒരാൾ നടക്കുന്നത് ഏതുപോലെയാണ്, അതുപോലെ നിൻ്റെ ജീവിതത്തിൽ നീ മുന്നോട്ട് പോകണം. ഒരു മുള്ള് ഉള്ള സ്ഥലത്തുകൂടെ നടന്നു പോകാൻ, മുള്ള് ചവിട്ടാതെ എത്ര ശ്രദ്ധിച്ചാണ് നമ്മൾ നടന്നു പോകുക എന്നതുപോലെ ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ച്
മുന്നോട്ട് പോകണം. ലാ തഹ്ഖിറന്ന സഗീറതൻ, ഒരു ചെറിയ തിന്മയെയും നിസ്സാരമായി കാണാൻ പാടില്ല. ചെറുതല്ലേ എന്ന് വിചാരിച്ച് നിസ്സാരമായി. ഇന്നൽ ജിബാല മിനൽ ഹസ, വലിയ വലിയ പർവ്വതങ്ങൾ ഉണ്ടാകുന്നത് ചെറിയ ചെറിയ കല്ലുകൾ, ചെറൽ കല്ലുകൾ കൂടിയിട്ടാണ്. അതുകൊണ്ട് ചെറിയ തിന്മകളാണെന്ന് കരുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, അത് നിസ്സാരമായി കാണരുത് എന്നാണ് കവി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തിന്മകളെ നിസ്സാരമാക്കുക എന്നുള്ളത് അതീവ ഗൗരവമുള്ള വിഷയമാണ്. നമ്മൾ ശരിക്കും എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ഫുദൈൽ ഇബ്നു അയ്യാദ് റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, ബിഖദ്രി മാ യസ്ഗറു അദ്ദംബു ഇൻദക യഅ്ദുമു ഇൻദല്ലാഹ്. നിന്റെ അടുത്ത് തിന്മകൾ എത്രത്തോളം നിസ്സാരമായി നീ മനസ്സിലാക്കുന്നു, അതിനനുസരിച്ച് അള്ളാഹിൻ്റെ അടുത്ത് ഗൗരവം കൂടും. നീ തിന്മയെ നിസ്സാരമാക്കുന്നുണ്ടോ, ആ തിന്മ അള്ളാഹിൻ്റെ അടുത്ത് ഗൗരവമുള്ളതായിരിക്കും. ഒരു തിന്മ ചെയ്യുമ്പോൾ അത് വലിയ തിന്മയായി നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ അള്ളാഹിൻ്റെ അടുത്ത് നിസ്സാരമായിരിക്കും. എന്ന് പറഞ്ഞാൽ തിന്മയോടുള്ള നമ്മുടെ സമീപനത്തിനനുസരിച്ചായിരിക്കും അള്ളാഹു തആല അതിന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഒരു തിന്മയെ നിസ്സാരമായി കാണുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ അടുത്തത് ഗൗരവമുള്ളതായിരിക്കും. ഒരു തിന്മ സംഭവിച്ചു, ആ തിന്മയെ നമ്മൾ വളരെ ബേജാറോട് കൂടി കാണുന്നുണ്ടെങ്കിൽ അള്ളാഹു തആല അതിനെ നിസ്സാരമായി കാണും എന്നാണ് പറയുന്നത്. അപ്പോൾ തിന്മയെ ഒന്നിനും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നിസ്സാരമാക്കാൻ പാടില്ല. സമയം കഴിഞ്ഞോ? അപ്പോൾ ഈ കഥയിലുള്ള ചില പാഠങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇത്തരം കഥകളിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തആല നമ്മെ എല്ലാവരെയും ഫിർദൗസുൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അള്ളാഹു തആല നമ്മൾ ചെയ്ത എല്ലാ തിന്മകളും ഇതിന് മാപ്പ് നൽകി അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.